പ്രഭാഷകന്റെ പുസ്തകത്തിലെ 42-ാം അധ്യായത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യം 1. പൂരിപ്പിക്കുക. നീ ലജ്ജിക്കുകയോ മറ്റുള്ളവരെ ഭയന്ന് ഡാഷ് ചെയ്യുകയോ അരുത്. ഉത്തരം പാപം. ചോദ്യം 2. എത്ര കാര്യങ്ങളിൽ ലജ്ജിക്കുകയോ പാപം ചെയ്യുകയോ അരുത് എന്ന് പ്രഭാഷകൻ 42-ാം അധ്യായത്തിൽ പറയുന്നു. ഉത്തരം 14. ചോദ്യം 3. ആരുടെ നിയമത്തിൽ ലജ്ജിക്കരുത്? ഉത്തരം അത്യുന്നതന്റെ. ചോദ്യം 4. ആരുടെ ഉടമ്പടിയിൽ ലജ്ജിക്കരുത്? ഉത്തരം അത്യുന്നതന്റെ. ചോദ്യം 5. ആരെ കുറ്റം വിധിക്കുന്നതിൽ ലജ്ജിക്കുകയോ പാപം ചെയ്യുകയോ അരുത്? ഉത്തരം അപരാധനെ. ചോദ്യം 6. ആരുമായി കണക്കു തീർക്കുന്നതിൽ ലജ്ജിക്കുകയോ മറ്റുള്ളവരെ ഭയന്ന് പാപം ചെയ്യുകയോ അരുത്? ഉത്തരം പങ്കാളിയും സഹയാത്രികനും. ചോദ്യം 7. സ്നേഹിതരുടെ എന്ത് വിഭജിക്കുന്നതിൽ പാപം ചെയ്യരുത്? ഉത്തരം പിതൃസ്വത്ത്. ചോദ്യം 8. കൂടുതലോ കുറവോ വരാതെ അളവിലും തൂക്കത്തിലും എന്ത് കാണിക്കണം? ഉത്തരം സൂക്ഷ്മത. ചോദ്യം 9. അളവിലും തൂക്കത്തിലും സൂക്ഷ്മത കാണിക്കേണ്ടത് എങ്ങനെയാണ്? ഉത്തരം കൂടുതലോ കുറവോ വരാതെ. ചോദ്യം 10. എന്തിൽ ലാഭം നേടുന്നതിൽ ലജ്ജിക്കരുത്? ഉത്തരം കച്ചവടത്തിൽ. ചോദ്യം 11. ആർക്ക് നല്ല ശിക്ഷണം നൽകുന്നതിൽ ലജ്ജിക്കരുത്? ഉത്തരം കുട്ടികൾക്ക്. ചോദ്യം 12. ദുഷ്ടനായ ദാസന് എന്തു കൊടുക്കുന്നതിൽ ലജ്ജിക്കേണ്ട? ഉത്തരം തക്ക ശിക്ഷ. ചോദ്യം 13. എങ്ങനെയുള്ള ഭാര്യയെ നിലക്കു നിർത്തണം? ഉത്തരം അവിശ്വസ്തയായ. ചോദ്യം 14. ആര് ഉള്ളിടത്താണ് സാധനങ്ങൾ പൂട്ടി സൂക്ഷിക്കേണ്ടത്? ഉത്തരം അനേകർ. ചോദ്യം 15. എത്ര കൂട്ടരെ ഉപദേശിക്കുന്നതിൽ ലജ്ജിക്കേണ്ട എന്ന് പ്രഭാഷകൻ 42:8 പറയുന്നു? ഉത്തരം 3. ചോദ്യം 16. ആരെയെല്ലാം ഉപദേശിക്കുന്നതിൽ ലജ്ജിക്കേണ്ട? ഉത്തരം അജ്ഞൻ, വിഡ്ഢി, ചെറുപ്പക്കാരുമായി ശണ്ഠ കൂടുന്ന വൃദ്ധൻ. ചോദ്യം 17. പൂരിപ്പിക്കുക. അപ്പോൾ നീ ഡാഷ് എന്ന് വ്യക്തമാവുകയും എല്ലാവരും നിന്നെ അംഗീകരിക്കുകയും ചെയ്യും. ഉത്തരം അറിവുള്ളവനാണ്. ചോദ്യം 18. പ്രഭാഷകൻ 42:9 സമാനമായ ഭാഗം. ഉത്തരം നിയമാവർത്തനം 24:1. ചോദ്യം 19. മകൾ സ്വയം അറിയാതെ തന്നെ പിതാവിനെ ഡാഷ് ആക്കുന്നു. ഉത്തരം ജാഗരൂകതയുള്ളവൻ. ചോദ്യം 20. മകളെക്കുറിച്ചുള്ള വിചാരം പിതാവിന്റെ എന്ത് അപഹരിച്ചു കളയുന്നു? ഉത്തരം നിദ്ര. ചോദ്യം 21. മകളെക്കുറിച്ച് ഏതെല്ലാം കാര്യങ്ങളിലാണ് പിതാവ് ആകുലനാകുന്നത്? ഉത്തരം യൗവനത്തിൽ അവൾ വിവാഹിതയാകുമോ എന്നും വിവാഹത്തിനു ശേഷം അവൾ ഭർത്താവിന് അഹിതയാകുമോ എന്നും ഓർത്ത്. ചോദ്യം 22. മകളെക്കുറിച്ച് പിതാവ് ഭയപ്പെടുന്നത് ഏത് കാര്യത്തിലാണ്? ഉത്തരം കന്യകയായിരിക്കുമ്പോൾ അവൾ കളങ്കിതയും പിതൃഭവനത്തിൽ വെച്ച് ഗർഭിണിയും ആകുമോ എന്ന്. ചോദ്യം 23. ആരെയാണ് കർശനമായി സൂക്ഷിക്കേണ്ടത്? ഉത്തരം ദുശാഠ്യക്കാരിയായ പുത്രിയെ. ചോദ്യം 24. ദുശാഠ്യക്കാരിയായ പുത്രി പിതാവിനെ ആരുടെ മുന്നിലാണ് പരിഹാസപാത്രമാക്കുന്നത്? ഉത്തരം ശത്രുക്കളുടെ. ചോദ്യം 25. ദുശാഠ്യക്കാരിയായ പുത്രി പിതാവിനെ എവിടെയാണ് സംസാര വിഷയമാക്കുന്നത്? ഉത്തരം നഗരത്തിൽ. ചോദ്യം 26.
ദുശാഠ്യക്കാരിയായ പുത്രിയെ സൂക്ഷിച്ചില്ലെങ്കിൽ എവിടെ നിന്നെ അപമാനിതനാക്കും? ഉത്തരം ജനമധ്യേ. ചോദ്യം 27. ദുശാഠ്യക്കാരിയായ പുത്രിയെ സൂക്ഷിച്ചില്ലെങ്കിൽ ആരുടെ മുമ്പിൽ നിനക്ക് ലജ്ജിക്കേണ്ടി വരും? ഉത്തരം സമൂഹത്തിൻ്റെ. ചോദ്യം 28. ആരുടെയും എന്ത് നോക്കിയിരിക്കരുതെന്ന് പ്രഭാഷകൻ പറയുന്നു? ഉത്തരം ആകാരഭംഗി. ചോദ്യം 29. ആരുടെ ഇടയിൽ ഇരിക്കരുതെന്ന് പ്രഭാഷകൻ പറയുന്നു? ഉത്തരം സ്ത്രീകളുടെ. ചോദ്യം 30. പൂരിപ്പിക്കുക. ഡാഷ് എന്ന പോലെ സ്ത്രീയിൽ നിന്ന് ദുഷ്ടത വരുന്നു. ഉത്തരം വസ്ത്രത്തിൽ നിന്ന് കീടങ്ങൾ. ചോദ്യം 31. പൂരിപ്പിക്കുക. സ്ത്രീയുടെ നന്മയേക്കാൾ ഭേദമാണ് ഡാഷ്. ഉത്തരം പുരുഷന്റെ ദുഷ്ടത. ചോദ്യം 32. പൂരിപ്പിക്കുക. ഡാഷ് ആണ് ലജ്ജയും അപമാനവും വരുത്തുന്നത്. ഉത്തരം സ്ത്രീ. ചോദ്യം 33. പൂരിപ്പിക്കുക. ഞാനിപ്പോൾ ഡാഷ് അനുസ്മരിക്കുകയും ഞാൻ കണ്ടത് പ്രഘോഷിക്കുകയും ചെയ്യും. ഉത്തരം കർത്താവിൻ്റെ പ്രവൃത്തികളെ. ചോദ്യം 34. കർത്താവിൻ്റെ പ്രവൃത്തികൾ നിർവഹിക്കപ്പെടുന്നത് എന്തുവഴിയാണ്? ഉത്തരം വചനം വഴി. ചോദ്യം 35. പൂരിപ്പിക്കുക. സൂര്യൻ തൻ്റെ കിരണങ്ങൾ കൊണ്ട് എല്ലാ വസ്തുക്കളെയും ഡാഷ്. ഉത്തരം കടാക്ഷിക്കുന്നു. ചോദ്യം 36. എല്ലാ സൃഷ്ടികളിലും നിറഞ്ഞിരിക്കുന്നതെന്താണ്? ഉത്തരം കർത്താവിൻ്റെ മഹത്വം. ചോദ്യം 37. കർത്താവിൻ്റെ വിസ്മയനീയമായ പ്രവൃത്തികൾ ആർക്ക് പോലും അവർണ്ണനീയമാണ്? ഉത്തരം അവിടുത്തെ വിശുദ്ധർക്ക്. ചോദ്യം 38. പ്രപഞ്ചം മുഴുവൻ തൻ്റെ മഹത്വത്തിൽ നിലകൊള്ളാൻ വേണ്ടി സർവശക്തനായ കർത്താവ് സ്ഥാപിച്ചവയത്രേ അവ ഏവ? ഉത്തരം കർത്താവിൻ്റെ വിസ്മയനീയമായ പ്രവൃത്തികൾ. ചോദ്യം 39. അവിടുന്ന് ആഴിയുടെ അഗാധത്തെയും മനുഷ്യഹൃദയങ്ങളെയും പരിശോധിച്ച് എന്ത് ഗ്രഹിക്കുന്നു? ഉത്തരം അവയുടെ നിഗൂഢതകൾ. ചോദ്യം 40. എന്തിൻ്റെ സൂചനകൾ കർത്താവ് നിരീക്ഷിക്കുന്നു? ഉത്തരം കാലത്തിൻ്റെ. ചോദ്യം 41. കർത്താവ് എന്തെല്ലാം പ്രഖ്യാപിക്കുന്നു? ഉത്തരം ഭൂതവും ഭാവിയും. ചോദ്യം 42. കർത്താവ് വെളിപ്പെടുത്തുന്നതെന്താണ്? ഉത്തരം നിഗൂഢ രഹസ്യങ്ങൾ. ചോദ്യം 43. പൂരിപ്പിക്കുക. ഡാഷ് അവിടത്തേക്ക് അജ്ഞാതമല്ല, ഡാഷ് കർത്താവിന് മറഞ്ഞിരിക്കുന്നില്ല. ഉത്തരം ഒരു ചിന്തയും ഒരു വാക്കും. ചോദ്യം 44. എന്തിൻ്റെ മഹിമകൾ കർത്താവ് ക്രമീകരിച്ചിരിക്കുന്നു? ഉത്തരം അവിടുത്തെ ജ്ഞാനത്തിൻ്റെ. ചോദ്യം 45. കർത്താവ് അനാദി മുതൽ എവിടെ വരെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം അനന്തത വരെ. ചോദ്യം 46. അവിടുന്ന് അനാദി മുതൽ അനന്തത വരെ സ്ഥിതി ചെയ്യുന്നു. ഒന്നും ഡാഷ് സാധിക്കുകയില്ല. ഉത്തരം കൂട്ടാനോ കുറയ്ക്കാനോ. ചോദ്യം 47. കർത്താവിന് ആരെ ആവശ്യമില്ല? ഉത്തരം ഉപദേശകരെ. ചോദ്യം 48. കർത്താവിൻ്റെ പ്രവൃത്തികൾ എങ്ങനെയാണെന്ന് പ്രഭാഷകൻ 42:22 പറയുന്നു? ഉത്തരം എത്ര അഭികാമ്യം. ചോദ്യം 49. പൂരിപ്പിക്കുക. കർത്താവിൻ്റെ പ്രവൃത്തികൾ ഡാഷ് എത്ര ദീപ്തമാണ്? ഉത്തരം കാഴ്ചയ്ക്ക്. ചോദ്യം 50. പൂരിപ്പിക്കുക. കർത്താവിൻ്റെ പ്രവൃത്തികൾ എന്നേക്കും ജീവിക്കുകയും ഡാഷ് ചെയ്യുന്നു? ഉത്തരം നിലനിൽക്കുകയും. ചോദ്യം 51. പൂരിപ്പിക്കുക. കർത്താവിൻ്റെ പ്രവൃത്തികൾ സ്വധർമ്മത്തോട് ഡാഷ് പുലർത്തുന്നു?
ഉത്തരം വിശ്വസ്തത. ചോദ്യം 52. എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ്? ഉത്തരം ജോഡികളായി, ദ്വന്ദ്വങ്ങളായി. ചോദ്യം 53. എല്ലാ വസ്തുക്കളും ജോഡികളായി, ദ്വന്ദ്വങ്ങളായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഡാഷ്. ഉത്തരം ഒന്നും അപൂർണമല്ല. ചോദ്യം 54. പൂരിപ്പിക്കുക. ഒന്ന് മറ്റൊന്നിന് ഡാഷ്. ഉത്തരം പൂരകമാണ്. ചോദ്യം 55. എന്ത് ദർശിച്ച് ആർക്കും മതിവരില്ലെന്ന് പ്രഭാഷകൻ പറയുന്നു? ഉത്തരം അവിടുത്തെ മഹത്വം. ചോദ്യം 56. പ്രഭാഷകൻ 42:9 സമാനമായ വാക്യം. ഉത്തരം നിയമാവർത്തനം 24:1. ചോദ്യം 57. പ്രഭാഷകൻ 42:18 സമാനമായ വാക്യം. ഉത്തരം സുഭാഷിതങ്ങൾ 15:11. ചോദ്യം 58. പ്രഭാഷകൻ 42:20 സമാനമായ വാക്യം. ഉത്തരം സങ്കീർത്തനങ്ങൾ 139 1 മുതൽ 4 വരെ വാക്യങ്ങൾ.